ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കും അല്ലേ? ധാരാളം കാര്യങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ നിന്നും മെസ്സേജുകളിൽ നിന്നും നിങ്ങളുടെ വോയിസ് നോട്ടുകളിൽ നിന്നൊക്കെ എനിക്ക് നിങ്ങളുടെ സന്തോഷം മനസ്സിലായി. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇതിനൊരു മറുവശം ഉണ്ട്. ഒരു സുഖത്തിന് ഒരു ദുഃഖം എന്ന് പറയുന്ന പോലെ ഒരു പ്രോഫിറ്റിന് ഒരു ലോസും ഉണ്ട്. അന്നും ഇതേ മനോഭാവമായിരിക്കണം സുനിൽ ചെറിയാനോട്. ഓക്കെ, എനിക്കത് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനുള്ളൂ. ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിച്ചത് നമ്മൾ മാർക്കറ്റിൽ തന്നെ അത് ടെസ്റ്റ് ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ചു ഇല്ലേ? അതാണ് നമുക്ക് ഏറ്റവും എന്താ പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ എനിക്ക് തെളിയിച്ച് കാണിക്കാൻ പറ്റുന്ന ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതെന്താണ്? കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു സംഗതി ചെയ്തത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ പരിപാടി ആരും ചെയ്യാൻ തുനിയരുത്, നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും. അതിന് എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി വരുമ്പോൾ മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു സംഗതി ചെയ്യാറുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചെയ്തത് നിങ്ങളിന്ന് കാണിച്ചു തന്നു. രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളിങ്ങനെയുള്ള സാഹചര്യങ്ങൾ നോക്കി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം വന്നു, നമ്മളത് ചെയ്തു, സക്സസ് ആയിട്ട് വിജയിച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നു 94-95 പേര് അങ്ങാണ്ട്, ഞാനത് ഗ്രൂപ്പിൽ പോളിട്ടായിരുന്നു. 94-95 പേരെങ്ങാണ്ട് ആ സംഭവം ചെയ്തു. അതിലെങ്ങാണ്ട് 89-90 പേരോളം ആ സംഗതി വിജയിച്ച് പ്രോഫിറ്റ് ഒരു ബുക്ക് ചെയ്തു. 3-4 പേർക്കാണ് ലോസ് ഉണ്ടായത്. അപ്പോൾ ഞാൻ അവരോടൊക്കെ സംസാരിച്ചു, അവരെനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ലോസ് ഉണ്ടായവർ എനിക്ക് മെസ്സേജ് അയക്കണം, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഞാൻ അവരോട് ചോദിക്കാൻ പറഞ്ഞത്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ഒന്നുകിൽ അവർ എക്സിറ്റ് ചെയ്യാൻ താമസിച്ചു, അല്ലെങ്കിൽ അവരെടുത്ത സ്ട്രൈക്കിൻ്റെ പ്രശ്നം. ഇത് രണ്ടും അല്ലെന്നുണ്ടെങ്കിൽ ചിലരുടെയൊക്കെ അവരെടുത്ത സ്ട്രൈക്കൊക്കെ സൂപ്പർ സ്ട്രൈക്കാണ്. പക്ഷേ എൻ്റെ ഒരു ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു പക്ഷേ ബ്രോക്കർ ചതിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എക്സിറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, വിക്സ് കണ്ടമാനം ക്രാഷ് ചെയ്തു ഇല്ലേ? 20% വിക്സ് ക്രാഷ് ചെയ്തു. അപ്പോൾ ആ ക്രാഷിങ് ഓരോ സെക്കൻഡ് കഴിയുന്നതോറും ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ ഇറങ്ങുന്ന ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സും നമുക്ക് വിലപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അപ്പം അവിടെ ആയിരിക്കണം ഒരു പക്ഷേ ഈ പണി പാളിയത്. എനിവേ, എന്തായാലും നിങ്ങൾക്ക് ആർക്കും വലിയ ലോസൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ ലോസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുക. നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ നമ്മൾ കോഷ്യസ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇനി ഒരു അവസരം വരുമ്പം കൃത്യമായിട്ട് നമ്മളത് കുറച്ചുകൂടെ ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങളുടെ പലരും പല രീതിയിലാണ് ചെയ്യുക. എല്ലാവരും ഒരേപോലെ അല്ലല്ലോ ചെയ്യുന്നത്. പലരും പല സ്ട്രൈക്കുകൾ പല രീതികളിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇല്ലേ? അപ്പം അതിൽ 98% ഇപ്പോൾ നമ്മൾ ശതമാന കണക്ക് കൂട്ടുവാണെങ്കിൽ 95% കൂടുതൽ ആൾക്കാരും അത് പ്രോഫിറ്റിൽ ഇറങ്ങി. എങ്കിലും അതിൽ കുറച്ചുകൂടെ എനിക്കിപ്പോൾ ഞാനത് സ്റ്റഡി ചെയ്തപ്പോൾ കുറച്ചുകൂടെ അതിനകത്തിലൊരു ചെറിയ തിരുത്തലുകളൊക്കെ വരുത്താനുണ്ട്. അപ്പോൾ ആ തിരുത്തലുകളൊക്കെ വരുത്തിയിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം 100% സക്സസ്സോടുകൂടി നമ്മളത് ഒന്നുകൂടെ പരിചയപ്പെടുത്തും. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇന്ന് ലോസ് വന്നവരാരും സങ്കടപ്പെടുകയോ നഷ്ടപ്പെടുകയൊന്നും വേണ്ട. നമുക്ക് അടുത്ത പ്രാവശ്യം ഇനിയുണ്ടല്ലോ അവസരം. നഷ്ടം ഭീമമായിട്ട് വന്നില്ലല്ലോ. നമ്മൾ ലോട്ടറി കച്ചവടം അല്ലല്ലോ ചെയ്താണോ? നമ്മൾ ലോട്ടറിയാണോ ചെയ്തത്? അല്ല ഇല്ലേ? കൃത്യമായി ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ നമ്മുടെ നഷ്ടത്തെ നമ്മുടെ നഷ്ടത്തെ താങ്ങി നിർത്തിയാൽ ലഘൂകരിച്ച് നഷ്ടമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറച്ചാണ് നമ്മൾ ഈ സംഗതി ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഒരു കൂട്ടർ ചിന്തിക്കും, അയ്യോ സി മാത്രം മതിയായിരുന്നു, അപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രോഫിറ്റ് കിട്ടത്തില്ലായിരുന്നു. കഴിഞ്ഞ നാളുകൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കൊലയോട് പോയതും ഇങ്ങനെ തന്നെയാണ്. ഭാഗ്യപരീക്ഷണം നടത്തിയാണ് നിങ്ങളുടെ പൈസ മുഴുവൻ പോയത് ഇല്ലേ? അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഒരിക്കലും ഭാഗ്യ പരീക്ഷണത്തിനുള്ള സ്ഥലം അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് മാത്രമാണ് എനിക്ക് അതിനകത്തിൽ പറയാനുള്ളത്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അവസരമാണിന്ന്. ഇപ്പം എനിക്ക് നിങ്ങളോടെല്ലാം ഇതിന് പ്രതിഫലമായിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ? നമ്മുടെ ഗ്രൂപ്പ് ഇപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം 8800 സബ്സ്ക്രൈബർ അങ്ങാണ്ടായി. എൻ്റെ ഒരു ആഗ്രഹം അടുത്ത 2 മാസത്തിനകം ഇതൊരു 10K ആക്കണമെന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. ആ ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കണം അത് 10K ആണെങ്കിൽ അത് എന്ത് ചെയ്യണം? നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു സംവിധാനം നിങ്ങൾ തന്നെ നോക്കുക. ഞാൻ നിങ്ങളെ നിർബന്ധിച്ച് ജയിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തോന്നി ഇങ്ങേരുടെ കൂടെ കൂടിയാൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും എന്നൊരു ചിന്ത നിങ്ങൾക്കുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നോട് കൂടി നിൽക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടെ, അല്ല നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഗ്രൂപ്പിനോടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഒക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി ഇതിനെ നമുക്കൊന്ന് 2 മാസത്തിനകം ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇതിനെ ഒരു 10K
ആക്കണം. അടുത്ത ക്ലാസ് നമ്മൾ വെക്കുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഒരു 10K എത്തിക്കണം ഇല്ലേ? അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഉത്സാഹിക്കുക. എനിക്കത് മാത്രമേ നിങ്ങളോട് പ്രതിഫലമായിട്ട് ഇപ്പം തൽക്കാലം എനിക്ക് ചോദിക്കാനുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ഈ ഇതിൻ്റെ കാര്യത്തെപ്പറ്റി, ഈ മാർക്കറ്റ് മൂവേഴ്സിൻ്റെ കാര്യത്തെപ്പറ്റി ഇങ്ങനെ സംസാരിക്കും. 1-2 പേരെങ്കിലും എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചു, സാർ അതെന്താ സംഭവം, സാർ എന്താണ് എക്സാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, എന്ത് എക്സാമാണ് മാർക്കറ്റ് മൂവേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് വിചാരിച്ചു. അതിൽ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഓക്കെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. കാരണം ഒരു സെബി രജിസ്ട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊമേഴ്സ് ഡിഗ്രി വേണം. എനിക്ക് കൊമേഴ്സ് ഡിഗ്രി ഇല്ല, അതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. പിന്നെ എനിക്ക് ചെയ്യാവുന്നൊരു കാര്യം പറഞ്ഞാൽ NSE നടത്തുന്ന സെബിയുടെ അഫിലിയേഷനോട് കൂടിയുള്ളൊരു സർട്ടിഫിക്കേഷനുണ്ട്, NISM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ, ഇക്വിറ്റി ആൻഡ് ഡെറിവേറ്റീവിൽ ഒരു സ്പെഷ്യലൈസേഷൻ, ഒരു ടെസ്റ്റ് ഞാൻ എഴുതി പാസ്സായി. അതിൻ്റെ ആ സർട്ടിഫിക്കറ്റ് ഞാനിവിടെ കൊടുത്തേക്കാം. ഞാനങ്ങനെ കൂടുതൽ അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും പറയാറില്ല, പക്ഷേ ഇപ്പം കുറച്ച് പേരെങ്കിലും ചോദിച്ചുകൊണ്ടും അല്ലെ അറിയാത്തവർക്കും വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇക്വിറ്റി ആൻഡ് ഡെറിവേറ്റീവിൽ ഞാൻ ആ NISMൻ്റെ ടെസ്റ്റ് എഴുതി പാസ്സായപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത്യാവശ്യം എന്തെങ്കിലും ഒരു വിവരം ഇതിനകത്തിൽ എനിക്കുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചുമ്മാ അത് കണ്ണടച്ച് പറയുകയല്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇതെല്ലാം ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനം. ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി മാത്രം ഞാൻ നാട്ടിൽ വന്ന് എക്സാം എഴുതിയിട്ട് പോയിട്ടുണ്ട്. കാരണം അതെൻ്റെ ഒരു വാശിയും കൂടെ ആയിരുന്നു, പിന്നെ അങ്ങനെ ഒരു എക്സാം എഴുതണം എന്ന്. കാരണം വെച്ചാൽ ആ എക്സാം അതുകൊണ്ടൊരു ഗുണം, ആ സർട്ടിഫിക്കേഷൻ കൊണ്ടൊരു ഗുണം എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. വളരെ ഒരു ഫിയർലെസ് ആയിട്ട് ആരെയും പേടിപ്പിക്കാതെ നിങ്ങൾക്ക് 4 അക്ഷരം എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറഞ്ഞു തരാൻ പറ്റും. അതിനുള്ള അഫിലിയേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും എനിക്കൊരു കോളോ പുട്ടോ നിങ്ങൾക്ക് തരാനുള്ള അധികാരമോ അവകാശമോ എനിക്കില്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ പലരും എന്നോട് ചോദിക്കുമ്പോഴും ഞാനതൊന്നും പറയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. അതിനുള്ള അവകാശം എനിക്കില്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. പക്ഷേങ്കിൽ എനിക്കിതിനെപ്പറ്റി പഠിപ്പിക്കാനും ഞാൻ ഈ പഠിച്ച കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞ് അവബോധം വരുത്താനുള്ള ഒരു സർട്ടിഫിക്കേഷൻ എനിക്കുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചേക്കാം. ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അത്രയും ആ ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് പറയാനുള്ളത് നാളെ മാർക്കറ്റിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പം ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചത് ഏകദേശം ഒരു 800 പോയിൻ്റൊക്കെയാണ് ഒരു മാക്സിമം ഞാൻ പ്രതീക്ഷിച്ചത്. അതിനുശേഷം താഴോട്ട് ഒരു പക്ഷേ ഇറങ്ങി വരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേങ്കിൽ മാർക്കറ്റ് ഒരു കാരണവശാലും താഴോട്ട് പോകാതെ അങ്ങനെ തന്നെ 24,000, 24,900, 24,000, 23,900, 24,000 റേഞ്ചിൽ തന്നെ മാർക്കറ്റ് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഒരു കാരണവശാലും മാർക്കറ്റ് താഴോട്ട് വന്നില്ല. അപ്പം ഇനി ഇത് നിലനിർത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, ആ ചോദ്യത്തിന് ഉത്തരം അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഡൗ ജോൺസ് എങ്ങനെ ക്ലോസ് ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ നമ്മുടെ നാളത്തെ മാർക്കറ്റ്. മനസ്സിലായോ? ഇതിനകത്തിൽ ട്രംപ് അണ്ണൻ എന്തെങ്കിലും കളി കളിച്ചതാണോ എന്ന് നമുക്കറിയത്തില്ല. ഞാനിപ്പോൾ ഈയിടെ ഇന്ന് തന്നെ ഒരു 2-3 ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. അതിനകത്തിൽ മനസ്സിലാക്കിയത്, സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ട്രംപ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമാനാണ്, വളരെ ബിസിനസ് ഒരു മാഗ്നറ്റാണ് പുള്ളി. അപ്പം ആ പണം ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി എന്ത് വിദ്യകളും കാണിക്കും. അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഈ യുദ്ധം പോലും അല്ലെങ്കിൽ എസ്കലേഷൻ പോലും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് പല അനലിസ്റ്റുകളും അല്ലെ ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ജീനിയസ് ആൾക്കാരും പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ട്രംപിൻ്റെ ഒരു മാനിപ്പുലേഷനാണ്. ട്രംപോ അല്ലെ ട്രംപിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്കോ പൈസ ഉണ്ടാക്കാൻ മാർക്കറ്റിനെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാർക്കറ്റിൽ നടന്നു വരുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാകും. ഓരോ എക്സ്പയറി ഡേയിലും മറ്റ് പ്രധാനപ്പെട്ട ദിവസങ്ങളിലുമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇന്നലെ എക്സ്പയറി ആയിരുന്നു, അതിനുശേഷം ഒന്നും സംഭവിച്ചില്ല. മാർക്കറ്റ് എല്ലാവരും പൊട്ടും നോക്കിയിരുന്നു, ഒന്നും പൊട്ടിയില്ല, അങ്ങനെ തന്നെ നിന്നു. അപ്പം ഇത്രയും ഒരു വലിയ ഒരു ഹ്യൂജ് വാണിങ്ങും ഈ ഇറാനെ തച്ചുടയ്ക്കുമെന്നും നശിപ്പിക്കുമെന്നും ഒക്കെ വളരെ വാഗ്വാദത്തോടും വളരെ വാശിയോടും വീറോടും കൂടെ പറഞ്ഞ് ആൾക്കാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. ഒരു പക്ഷേ ധാരാളം പേര് പി എടുത്തവരുണ്ടായിരിക്കാം. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ന് രാത്രി കയറി അടിക്കും, നാളെ രാവിലെ മാർക്കറ്റ് നമ്മുടെ ഓപ്പൺ ചെയ്യുമ്പോൾ അടി നടക്കും, അങ്ങനെയാണ് മാർക്കറ്റ് പൊട്ടും, നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാമെന്ന് ധരിച്ച് ധാരാളം ആൾക്കാർ പി എടുത്തവരുണ്ട്.
ഇല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഹെഡ്ജിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ശരിക്കും വിജയിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗ്യ പരീക്ഷണത്തിന് നമ്മൾ മാർക്കറ്റിൽ നിൽക്കാതെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഇങ്ങനെ വളരെ സേഫായിട്ടുള്ള കളികൾ കളിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇതിപ്പോൾ നമുക്ക് തുടക്കമല്ലായുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ ധാരാളം അവസരങ്ങൾ മാർക്കറ്റിൽ വരും. അപ്പോൾ നമുക്കിതൊക്കെ വീണ്ടും പരീക്ഷിക്കാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല അവസരങ്ങളും മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പം അപ്പോൾ ഇനി നാളത്തെ മാർക്കറ്റിനെ പറ്റി നമുക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഡൗ ജോൺസ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കറക്റ്റായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. ഇത് ഒരു മാനിപ്പുലേഷനാണോ? കാരണം ഈ സീസ്ഫയർ വന്നതിന് ശേഷം GCC രാജ്യങ്ങളിൽ പലയിടത്തും അടി നടന്നിട്ടുണ്ട്. ഇന്ന് ഈ സീസ്ഫയറിന് ശേഷം ഇന്ന് ഞങ്ങളുടെ കുവൈറ്റിൽ മാത്രം ഏകദേശം 20-ൽ മുകളിൽ ഡ്രോണ് ഇന്ന് വന്നിട്ടുണ്ട്. ഏകദേശം ഇന്ന് രാവിലെ ഇപ്പോൾ ന്യൂസ് വന്നതാണ്, രാവിലെ 8 മണി മുതൽ ഇതേ സമയം വരെ 28 ഡ്രോൺ കുവൈറ്റിന് മാത്രം വന്നു. 28 ഡ്രോൺ, അതിലൊന്ന് പവർ സ്റ്റേഷനിലും ഒന്ന് ഒരു റിഫൈനറിയിലും അടിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം നമുക്ക് ഇവിടെ വരുന്ന ന്യൂസുകൾ. മനസ്സിലായില്ലേ? അപ്പം 28 ഡ്രോൺ. അപ്പം ഇത് സീസ്ഫയറിൻ്റെ എന്ത് എഫക്റ്റാണ് ഉണ്ടായതുള്ളത്? ഇതുപോലെ തന്നെ ബഹ്റൈനിലും UAEയിലും സൗദിയിലും അടിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ അനന്തരഫലം എന്തായി തീരും എന്നുള്ളത് വലിയൊരു ചർച്ചയാണ്. അതുപോലെ തന്നെ ഈ സീസ്ഫയറിനകത്തുള്ള ഒരു ഏറ്റവും വലിയ ഒരു ക്ലോസാണ് ലെബനാനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും ഇസ്രായേൽ സംഭവിച്ചിട്ടില്ല. ഈ ഡീൽ ഓൺലി ഇറാൻ ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പ്രോക്സികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഇസ്രായേൽ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയും ഇസ്രായേൽ കയറി ലെബനോനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അത് മാത്രമല്ല, അവർ വെച്ച 10 ഡീലുകളുണ്ട്. ഈ 10 ഡീലുകളിൽ ഒരെണ്ണം പോലും നമുക്ക് ഈ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ടേബിളിൽ വരുമ്പം മിക്കവാറും ഇത് അടിച്ചു പിരിയാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അപ്പം എന്തായി തീരും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. എന്തായാലും ഇന്ന് രാത്രിയിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രിയിൽ ഡൗ ജോൺസ് എങ്ങനെ ക്ലോസ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പം എന്താണ് ഒരു സ്ഥിതി എന്നും കൂടെ അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്യൂച്ചർ നമുക്ക് തീരുമാനിക്കാൻ, മുന്നോട്ടുള്ള മാർക്കറ്റിൻ്റെ ഗമനം എങ്ങനെയാണെന്നുള്ള കാര്യം തീരുമാനിക്കാൻ. ഇത് 2 ആഴ്ചത്തേക്ക് വേണ്ടി മാത്രമാണ് ഈ സംഗതി ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ആഴ്ചത്തേക്കും ഇതിൻ്റെ ഫൈനൽ സെറ്റിൽമെൻറ്റ് വരണം. അതെത്രത്തോളം പ്രാവർത്തികമാക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ചാർട്ടിലൊന്നും പറയാനില്ല, ജസ്റ്റ് ചാർട്ടിലോട്ടൊന്ന് വരാം. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാർട്ടിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഇപ്പം വരുന്ന ന്യൂസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ശുഭകരമായ ന്യൂസുകളല്ല. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയും മുട്ടി അടികൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിനിയിപ്പം നാളെ നമുക്ക് ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ, 24,000 നിലനിർത്തുന്നുണ്ടെന്ന് നോക്കുക. ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നമുക്ക് 24,000 നിലനിർത്തുന്നുണ്ടോ എന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഇതല്ലാതെ വേറെ ഒരു സംഭവം നമുക്ക് വേറെ ചിന്തിക്കാനില്ല. 24 നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് 24,340 പെട്ടെന്ന് തന്നെ എത്തും. ഇല്ല, താഴോട്ടാണെന്നുണ്ടെങ്കിൽ 23,855 എന്ന് പറഞ്ഞൊരു ഇന്നത്തെ ഓപ്പണിംഗ്, ഈ ഓപ്പണിംഗ് ബ്രേക്ക് ചെയ്യുകയാണ് 23,800. ഇതിന് താഴോട്ട് വരണം. ഇത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്താ ഞാൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വീക്കിലി അനാലിസിസ് നമ്മൾ ചെയ്തപ്പം മന്ത്ലി ചാർട്ടിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്തായിരുന്നു, ഇല്ലേ? മന്ത്ലി ചാർട്ടിനെ. ആ മന്ത്ലി ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ മന്ത്ലി ചാർട്ട് ഒന്ന് നോക്കാം, എന്താ സംഭവിച്ചേക്കുന്നതെന്ന്. ജസ്റ്റ് നമുക്ക് ആ മന്ത്ലി ചാർട്ട് ഒന്ന് നോക്കാം. ആ മന്ത്ലി ചാർട്ടിനകത്തിൽ നമ്മൾ ഒരു കാര്യം വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു. എവിടം വരെ ആയി എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതാ നോക്കിക്കേ, ഇപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചേക്കുന്നത് നോക്കിക്കേ നിങ്ങൾ. ഞാൻ പറഞ്ഞ എന്താണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ വീക്കിലെ അനാലിസിൽ പറഞ്ഞത് ഓർമ്മയുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം പെട്ടെന്ന് മനസ്സിലാകും. നോക്കിക്കേ, ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു. കണ്ടോ? ഇവിടെ 1, 2, 3, 4ാമത്തെ പ്രാവശ്യം ചരിത്രം ഇവിടെ ആവർത്തിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ കാണുമ്പം ഇവിടെ ഒന്നുമില്ലായിരുന്നു, ഇവിടെ റെഡായിരുന്നു, ഇല്ലേ? ഈ ഏരിയയിൽ വന്ന് മാർക്കറ്റ് ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? കണ്ടില്ലെങ്കിൽ ഞാനിവിടെ പിൻ ചെയ്തേക്കാം വീക്കിലി അനാലിസിസ്. നിങ്ങൾ കാണാത്തവർ നിങ്ങളത് കാണുക, കണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകത്തുള്ളൂ, ഇല്ലേ? ഇപ്പം നോക്കിക്കേ, ചരിത്രം ക്ലിയറായിട്ട് ആവർത്തിക്കുന്നു. നമുക്ക് നോക്കാം ഇതിൻ്റെ മാസാവസാനം ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇതുപോലൊരു സംഭവമാണോ എന്നുള്ളത് ഇവിടെ ഉണ്ടാകാൻ പോകുന്നുള്ളത് നമുക്ക്
കണ്ടറിയാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാർക്കറ്റ് 25,000 ഒക്കെ കടന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി, നിങ്ങൾ മറന്നു പോകും എനിക്കറിയാം, കാരണം അർണബുദ്ധിയാണ് നിങ്ങൾക്കെല്ലാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വീക്കിലി അനാലിസിസ് ഒക്കെ 1-2 പ്രാവശ്യം ഒന്ന് കാണുവാണെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകും. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഒന്നുകൂടെ ഒന്ന് കണ്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരത്തില്ല. നെയ്യപ്പത്തിന് ഇച്ചിരി നെയ്യ് കൂടിപ്പോയെന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിട്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ വീക്കിലി അനാലിസിസ് ഒന്നുകൂടെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക, കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങളുടെ ആ ഐഡിയകൾ ഒന്നുകൂടെ റിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. വേറെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറയാനില്ല. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലും ഈ പറയുന്ന പോലെ തന്നെ നല്ല രീതിയിലൊരു അപ്സൈഡ് 2000 പോയിൻറ്റിൻ്റെ അല്ലേ 3000 പോയിൻറ്റിനടുത്തുള്ളൊരു റാലി ബാങ്ക് നിഫ്റ്റി നടത്തി. ഞാൻ പറഞ്ഞു ഈ 51,000 വളരെ നിർണായകം, 50,000 ഈ ഇവിടെ ഐറ്റം കിട്ടിയിട്ടുണ്ട്, ഈ 50,000 വളരെ നിർണായകമാണ്. ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ കാര്യമാണെങ്കിലും ആദ്യം പറക്കുന്ന സാധനം മിഡ് ക്യാപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞു. 600 പോയിൻ്റാണ് ഇന്ന് മിഡ് ക്യാപ്പ് ഇന്ന് ട്രാവൽ ചെയ്തത്. അപ്പം ഇതൊക്കെ കൂടി ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒന്നും സംസാരിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ലെവലുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. നിഫ്റ്റിയിൽ നാളെ 24,000 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി, വേറെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട. അപ്പം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്നേരം തീരുമാനിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഡൗ ജോൺസ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റ് നാളെ പ്രതികരിക്കാൻ പോകുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, പഠിക്കുക. പഠിക്കാതെ യാതൊരു രക്ഷയില്ല. പഠിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഭാഗ്യപരീക്ഷണത്തിന് മുതിരരുത്. ഓക്കെ, അപ്പം വേറെ പ്രത്യേകിച്ച് അപ്പോൾ അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഈ ബ്രോക്കറുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സാറേ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ അത് AM വിടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല കംപ്ലൈൻറ്റുകൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൻ ആപ്പാണ് ഏറ്റവും ബെസ്റ്റ്. ധൻ ആപ്പാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ധൻ ആപ്പാണ് ഞാൻ കണ്ടതിലേക്ക് ഇപ്പോൾ നിലവിൽ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഔട്ട് ഓഫ് ദ മണി നമുക്ക് മേടിക്കാൻ പറ്റുന്നതും പല കാര്യങ്ങളിലും എല്ലാം കൊണ്ടും ഗ്ലിച്ചൊന്നും ഇല്ലാതെ മുന്നോട്ട് വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്പ് ധന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ 3 ബ്രോക്കർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അതിനകത്തിൽ കംഫർട്ടായിട്ട് തോന്നുന്നത് ധന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ ധന്നുണ്ടെങ്കിൽ നിങ്ങൾ ധന്ന് ട്രൈ ചെയ്യുക. ധൻ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഫസ്റ്റ് കമൻറ്റിൽ വെച്ചേക്കാം. ഓക്കെ, ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധന്നിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. ഇത് പ്രൊമോഷൻ അല്ലേ, ഉള്ള കാര്യം ഇപ്പോഴേ പറയാം. വേണ്ടവർ മാത്രം, താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി നാളെ കാണാം. താങ്ക് യു ഓൾ.